Okay, I just asked that question because എനിക്ക് അറിയുന്ന കുറെ പേര് മൂക്ക് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ ഐ ഫീൽ ഇറ്റ്സ് ജനറിക് ടേം. അത് വളരെ ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി ഒരു 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 ബ്രോഡ് സ്പെഷ്യാലിറ്റിയായി മാറി. ഫോർ എക്സാമ്പിൾ ക്ലെഫ്റ്റ് ആൻഡ് ക്രേനിയോഫേഷ്യൽ സർജറി, അതായത് മുറിച്ചുണ്ട്, മുറിയണ്ണാക്ക്, തലയുടെ തലച്ചോറിൻ്റെ തലയോടിൻ്റെ പല പ്രോബ്ലംസ് വരും. അതിനൊക്കെ ബർത്ത് ഡിഫക്ട്സ്, അതെല്ലാം ബർത്ത് ഡിഫക്ട്സ് ആണ്. യു ആർ ജസ്റ്റ് ബ്രിങ്ങിങ് ഇറ്റ് ബാക്ക് ബൈ എ ഫ്യൂ ഇയേഴ്സ്, but again he keeps on aging, so maybe after 4 to 5 years again he might have to do something. Always ഇങ്ങനത്തെ സർജറീസ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് whether they have any side effects or not. Every surgery, everything has got a side effect. Not always that നമ്മൾ അതിന് 100% satisfied ആണ്. Correct. അപ്പോൾ അതിനെ നമുക്ക് വീണ്ടും എന്തെങ്കിലും ചെയ്യാം? Okay, yeah, that's a very pertinent question. ഈ റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് മൂക്കിൽ വരുന്ന സർജറിയാണ് അല്ലേ? മൂക്കിൽ തന്നെ we have different parts. ഗ്രാവിറ്റി, സൺലൈറ്റ്, ഏജിങ്, ഫുഡ്, പൊല്യൂഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഏജ് ചെയ്യിപ്പിക്കുന്ന സാധനങ്ങൾ. രണ്ടാമത് ഫ്രണ്ടിൽ കുറച്ച് വെച്ചാലും ഒരാൾ കാണാൻ കൊള്ളാലും മുടിയൊക്കെ കൊള്ളാലും എല്ലാം വന്നല്ലോ, എന്ത് ചെയ്തു, ഞാൻ നല്ല പ്രോട്ടീൻ ഡ്രിങ്ക് കഴിച്ചു, അല്ല വേറെ എന്തെങ്കിലും വാട്ട് റീസൺ അവർ പറയുന്നു. ആർക്കും ഫ്രഷ് ആയിട്ട് പുതിയ മുടി എവിടുന്നും വരാൻ പോകുന്നില്ല. ഉള്ള മുടിനെ ഒരു ലൊക്കേഷനും വേറെ ലൊക്കേഷനിലും മാറ്റുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഹെൽത്ത് ഇസ് വെൽത്തില് അമൃത ഹോസ്പിറ്റലിലെ HOD ആൻഡ് പ്രൊഫസർ ഓഫ് പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ സന്ദീപ് വിജയരാഘവനാണുള്ളത്. നമസ്കാരം സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ ഐ ഫീൽ ഇറ്റ്സ് ജനറിക് ടേം. ഇപ്പോഴും നമുക്കൊരു ചെറിയൊരു സ്കാർ റിവിഷൻ സർജറി തൊട്ടിട്ട് ഒരു വലിയ വലിയ സർജറീസ് വരെ അതിലുണ്ട്. പക്ഷെ അതിന്റെ സ്പെസിഫിക്കേഷൻസ് പലപ്പോഴും ആൾക്കാർക്ക് അത്രയും ക്ലിയർ അല്ല. സോ അത് വളരെ ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി ഒരു 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 ബ്രോഡ് സ്പെഷ്യാലിറ്റിയായി മാറി. ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി വകുപ്പ് ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ തന്നെ ഒരു 7-8 സെപ്പറേറ്റ് ഡിവിഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ക്ലെഫ്റ്റ് ആൻഡ് ക്രേനിയോഫേഷ്യൽ സർജറി, അതായത് മുറിച്ചുണ്ട്, മുറിയണ്ണാക്ക്, തലയുടെ തലച്ചോറിൻ്റെ തലയോടിൻ്റെ പല പ്രോബ്ലംസ് വരും. അതിനൊക്കെ ബർത്ത് ഡിഫക്ട്സ്, അതെല്ലാം ബർത്ത് ഡിഫക്ട്സ് ആണ്. അതെല്ലാം ചേർത്തിട്ട് ക്ലെഫ്റ്റ് ആൻഡ് ക്രേനിയോഫേഷ്യൽ സർജറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബേൺസ് ഉണ്ട്, പൊള്ളലേൽക്കുന്ന ആൾക്കാർ, അതൊരു സ്പെഷ്യാലിറ്റി ബൈ ഇറ്റ് സെൽഫാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹാൻഡ് സർജറി, അപ്പോൾ കൈയിൻ്റെ എല്ലാ ആസ്പെക്ട്സും, പ്രോബബ്ലി പാമിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങൾ, മസിൽസിൻ്റെ ഇത്, നെർവ് സർജറി, ബ്രേക്കിയൽ പ്ലെക്സസ് ആൻഡ് പെരിഫറൽ നെർവ് സർജറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ചില ആൾക്കാർക്ക് ബൈക്ക് അപകടങ്ങളും വേറെ അപകടങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ കഴുത്തിൽ നിന്ന് വരുന്ന കയ്യിലോട്ട് വരുന്ന പ്രധാനപ്പെട്ട 5 ഞരമ്പുകളുണ്ട്. ആ 5 ഞരമ്പുകളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇഞ്ചറി പറ്റിയാൽ അത് ബ്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചറി എന്ന് പറയും. അപ്പോൾ ആ നെർവ് സർജറീസ് പ്ലാസ്റ്റിക് സർജൻസ് ആണ് ചെയ്യാറുള്ളത്. പിന്നെ പെരിഫറൽ നെർവ്സ്, വേറെ താഴത്തോട്ടൊക്കെ വന്നു വെച്ചാൽ നെർവ് ഇഞ്ചറീസ്, ആക്സിഡൻസിലും അങ്ങനത്തെ എന്തെങ്കിലും ട്യൂമേഴ്സിലൊക്കെ നെർവ് ഇഞ്ചറി വരുന്ന സമയത്ത് അത് ഒരു സെപ്പറേറ്റ് സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ മൈക്രോ സർജറി എന്ന് വെച്ചാൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് വളരെ സങ്കീർണമായി ചെയ്യുന്ന രക്തക്കുഴലിലത്തെ സർജറീസും നെർവ്സിലത്തെ സർജറീസിനാണ് മൈക്രോ സർജറി എന്ന് പറയുന്നത്. പിന്നെ റീകൺസ്ട്രക്റ്റീവ് സർജറിയാണ് നമ്മളുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിൽ പ്രോബ്ലം ഉണ്ടെങ്കിലും ആ ഭാഗത്തിന് നമ്മൾ തിരിച്ച് മാക്സിമം എങ്ങനെയൊക്കെ നമ്മൾ റീകൺസ്ട്രക്ഷൻ ചെയ്യാം, എങ്ങനെയൊക്കെ പുനർജീവിപ്പിക്കാൻ പറ്റും, അതൊക്കെ നമുക്ക് ചെയ്യുന്നത്. അത് തലയുടെ മേള് മുതൽക്ക് കാലിൻ്റെ ടോസ് വരെയുള്ള ഏത് ഭാഗത്തും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഫേസിനുണ്ട്, ചെസ്റ്റിനുണ്ട്, ബ്രസ്റ്റിനുണ്ട്, കൈയിന് കൈ മാറ്റി വെക്കലും അങ്ങനത്തെ കുറേ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ചെസ്റ്റ് വാൾ, ഇപ്പോൾ ക്യാൻസർ വന്നു അല്ലെ ആക്സിഡൻറ്റ് വന്നു ചെസ്റ്റ് വാൾ ഒരു ഭാഗം പോവുകയാണ്, അപ്പോൾ അതിനെയൊക്കെ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. പിന്നെ വയറിൻ്റെ മുകളിൽ ഇപ്പോൾ സിമ്പിൾ ഹെർണിയാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്യൂമേഴ്സ് ആയിരിക്കാം, വയറിൻ്റെ ഒരു ഭാഗം പോകുന്നു, അല്ലെങ്കിൽ ചില സമയത്ത് വേറെ ഗ്രൂപ്പ്സ്, ഫോർ എക്സാമ്പിൾ GI സർജറിക്കാർ കുടലിൻ്റെ എന്തെങ്കിലും സർജറി ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ മുറിവ് പൊറുക്കണം എന്നില്ല, അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്നു വെച്ചാൽ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. സിമിലർലി ഹാർട്ടിൻ്റെ ഹാർട്ട് സർജറി ചെയ്യുന്ന സമയത്ത് അപ്പോൾ മിക്കവാറും പേഷ്യൻസ് ഡയബറ്റിക് ആയിരിക്കും, ഹൈപ്പർ ടെൻസീവ് ആയിരിക്കും, സ്മോക്കേഴ്സ് ആയിരിക്കും. അവർ ആസച്ച് അവരുടെ ഹീലിംഗ് ഭയങ്കര പുവർ ഹീലിംഗ് ആയിരിക്കും. ആ സമയത്ത് ഇത് ഹീലാവില്ല. അപ്പോൾ ആ ചെസ്റ്റത്തെ ആ ബ്രസ്റ്റ് ബോൺ എന്ന് പറഞ്ഞ ഓസ്റ്റിയോമൈലൈറ്റിസ് വരും, അതിൽ ഇൻഫെക്ഷൻ വരും. അപ്പോൾ ഇത് ജോയിൻ ആവില്ല. അപ്പോൾ പണ്ടൊക്കെ 50% മോർട്ടാലിറ്റി ആയിരുന്നു അങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് വരുന്ന സമയത്ത്. അപ്പോൾ നമ്മളുടെ ഓരോ ടെക്നീക്സ് വന്ന സമയത്ത് ആ 50% നിന്ന് 2% മോർട്ടാലിറ്റി ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഗ്രോയിനിലുള്ള റീകൺസ്ട്രക്ഷൻ, പലപ്പോഴും ബർത്ത് ഇഞ്ചറീസ് ആയിരിക്കാം. സ്ത്രീകൾക്ക് ബർത്ത് ഇഞ്ചറീസ് വരാം, റെക്ടോവജൈനൽ ഫിസ്റ്റുല, അതായത് റെക്ടം മലദ്വാരത്തിൻ്റെ അവിടെ നിന്നും വെജൈനയിലോട്ടുള്ള ഫിസ്റ്റുലാസ്, ബർത്ത് ഇഞ്ചറീസിൽ അങ്ങനെ വരാം. അല്ല ജന്മനാൽ ആൾക്കാർക്ക് കുറേ ഇഷ്യൂസ് വരാം അവിടെ. പിന്നെ ഹൈപ്പോസ്പീഡിയസ്, അതായത് ആൺകുട്ടികൾക്ക് ലിംഗത്തിൽ പ്രോബ്ലംസ് വരാം. അതിനകത്ത് അറ്റത്തായിരിക്കില്ല മൂത്രമൊഴിക്കുന്ന ഭാഗമുണ്ട്, അത് കുറച്ചും കൂടി മുന്നോട്ടൊക്കെ വന്നു എന്ന് വെച്ചാൽ അത് ഹൈപ്പോസ്പേഡിയാസ്, എപ്പിസ്പേഡിയാസ്, അങ്ങനത്തെ കുറേ ബർത്ത് ഡിഫക്ട്സ് അവിടെ ഉണ്ടാവും. കാലിലോട്ട് വന്നെന്ന് വെച്ചാൽ ട്രോമയാണ് കോമൺലി കാലിൽ വരുന്ന പ്രശ്നങ്ങൾ, ഡയബറ്റിക് ഫുട്ട്, പിന്നെ രക്തക്കുഴലിന് പ്രോബ്ലംസ് വരികയെന്ന് വെച്ചാൽ അങ്ങനെ ടോപ്പ് ടു ബോട്ടം ആണ് റീകൺസ്ട്രക്ഷൻ സർജറി. പിന്നെ അതിൻ്റെ ഒരു ഭാഗമാണ് എസ്തെറ്റിക് സർജറി. പക്ഷേ പൊതുജനം കംപ്ലീറ്റ്ലി അറിയുന്നത് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് വെച്ചാൽ കോസ്മെറ്റിക് സർജറി എന്നാണ്. അതിൻ്റെ ഒരു 1/8 മാത്രമേ ഉള്ളൂ കോസ്മെറ്റിക് സർജറി. ബാക്കി അപ്പോൾ അങ്ങനെ അത്രയും വെറൈറ്റി ഉണ്ട്. പിന്നെ ലിംഫ് സർജറീസ്, ലിംഫെഡീമ എന്ന് പറഞ്ഞിട്ട് നീര് വരുന്ന, ഇപ്പം നമ്മൾ കേരളത്തിൽ മന്തുകാല് അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രസ്റ്റിൻ്റെ സർജറി ചെയ്യുമ്പോൾ കക്ഷത്തിലത്തെ ലിംഫ് നോഡ് എടുക്കുമ്പോൾ ആ കയ്യിൽ വീക്കം വരും. അപ്പോൾ അതിൻ്റെയൊക്കെ സർജറീസാണ് ലിംഫാറ്റിക് സർജറീസ്. അപ്പോൾ അതൊരു ലിംഫോളജി, അതൊരു സ്പെഷ്യാലിറ്റി ബൈ ഇറ്റ് സെൽഫാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി സെപ്പറേഷൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ വന്ന ജെൻഡർ അഫർമേഷൻ സർജറീസ്, അതും ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ബ്രാഞ്ച് ഔട്ട് ചെയ്ത് വരുന്നൊരു സർജറീസാണ്. അപ്പോൾ അങ്ങനെ കുറേ ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് പ്ലാസ്റ്റിക് സർജറി ആവുന്നത്. ഇപ്പോൾ സാർ തന്നെ പറഞ്ഞതിൽ നിന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ പ്ലാസ്റ്റിക് സർജറി ആൻഡ് കോസ്മെറ്റിക് സർജറി ഓപ്പൺ അത് കൺഫ്യൂസ്ഡ് ആവുന്ന പറഞ്ഞല്ലോ, ശരിക്കും എന്താണ് ഇതിൻ്റെ ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്? ഓക്കെ, സി പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ വേർഡ് മീനിങ് തന്നെ ടു മോൾഡ്, അതായത് മോൾഡ് എന്ന് പറയുന്നത് വെച്ചാൽ സിമ്പിൾ സാധനം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു മഗ് എടുക്കുകയാണ്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് മഗ് എടുക്കുകയെന്ന് വെച്ചാൽ ആ മഗ്ഗിനെ സൃഷ്ടിക്കുന്ന ഒരു മോൾഡിനകത്ത് വെച്ചിട്ടാണ് സൃഷ്ടിക്കുന്നത്. അതിൻ്റെ ഒരു ജനറൽ ഒരു സാധനത്തിന് ഒരു ഷേപ്പ് കൊടുക്കുന്നു. അതേമാതിരി തന്നെ നമ്മൾക്കിപ്പോൾ മൂക്ക് പോയെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് യൂഷ്വലി നെറ്റിയുടെ അവിടെ നിന്ന് കുറച്ച് മാംസവും തൊലിയും അതിൻ്റെ രക്തക്കുഴലും അതിൻ്റെ സ്പർശന ശക്തിയുടെ സാധനങ്ങളും എല്ലാം കൂടി എടുത്ത് മൂക്ക് നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ആ ടെക്നിക്സിനാണ് നമ്മൾ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ദാറ്റ് വിച്ച് ക്യാൻ ബി മോൾഡഡ് ഇസ് പ്ലാസ്റ്റിക്. ഓക്കെ, പ്ലാസ്റ്റിക്കോസ് അതാണ് അതിൻ്റെ വേർഡ് മീനിങ്. അതിൻ്റെ ഒരു കുറച്ചും കൂടി ഒരു റിഫൈൻമെൻ്റ് ആണ് എസ്തെറ്റിക് സർജറി. അപ്പോൾ ഫോർ എക്സാമ്പിൾ വയസ്സാകുമ്പോൾ നമ്മൾ മുഖമെല്ലാം കൂടെ ഫ്രണ്ടിലോട്ട് വന്ന് ഈ ഫോൾഡ്സ് ഒക്കെ ഭയങ്കര ഇത് വരുന്നുണ്ട്. അപ്പോൾ സർജിക്കലി നമുക്കതിനെ റിട്ടേൺ ചെയ്യാം, ബാക്കിലോട്ട് കൊണ്ടുപോകാം, തിരിച്ചാ ഇതിലോട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ കൊഴുപ്പ് കുറച്ച് നാൾ കഴിയുമ്പോൾ കൊഴുപ്പെല്ലാം പോകും. അപ്പം ബട്ട് കൊഴുപ്പ് നമ്മൾ വേറെ സ്ഥലത്തു നിന്ന് എടുത്തിട്ട് നമുക്ക് അവിടെ ഇഞ്ചെക്ട് ചെയ്യാം. അതൊക്കെയാണ് കോസ്മെറ്റിക് സർജറി. അതിനൊരു മെഡിക്കൽ നീഡ് ഇല്ല ആക്ച്വലി. അത് നമ്മൾ പറയുന്നത് റിലേറ്റീവ് ടേം ആണ്. കാര്യം എന്ന് വെച്ചാൽ മെഡിക്കൽ നീഡ് ഇല്ല എന്ന് പറയുന്നത് വെച്ചാൽ അത് ഓരോ വ്യക്തിയുടെ ആവശ്യങ്ങളാണല്ലോ. ചിലപ്പോൾ അവരുടെ പ്രൊഫഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു സെയിൽസ് പേഴ്സൺ ആണെന്ന് വെച്ചാൽ അയാൾ ഭയങ്കര പ്രസൻറ്റബിൾ ആയിരിക്കണം. ആൻഡ് രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നമ്മുടെ കണ്ണുകൾ ഭയങ്കര ഡ്രൂപ്പി ഐസാണ്. ഇപ്പം നമ്മുടെ കൺപോളയുടെ മുകളിലൊരു ഫോൾഡ് ഇങ്ങനെ വന്ന്, അപ്പോൾ ആ ആളെപ്പോഴും ഇങ്ങനെ സ്ട്രെയിൻ എടുത്തിട്ട് വേണം കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു പേഴ്സൺ, ഒരു സെയിൽസ് പേഴ്സൺ ആണെന്ന് വെച്ചാൽ എപ്പോഴും അവരൊരു ടെൻഷൻ ലുക്കായിരിക്കും. വേറെ ആൾ നോക്കുമ്പോൾ ഇയാൾ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും, അല്ലെ ഭയങ്കര സങ്കടത്തിലായിരിക്കും. പക്ഷെ ആക്ച്വലി അയാൾ അങ്ങനെയല്ല. അത് ചിലപ്പോൾ അയാളുടെ ജീവിതത്തിനെ ബാധിക്കാം. അവിടെ ഒരു നീഡ്. അപ്പോൾ ഓരോ ആൾക്കാരുടെ നീഡ് ഓരോന്നായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ സേ ഒരു മൂവി പേഴ്സണാലിറ്റി ആണ്, ഓഫ് കോഴ്സ് ദേ ഷുഡ് ലുക്ക് നൈസ്. അങ്ങനെ പിന്നെന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് അവർക്ക് എപ്പോഴും നന്നായിട്ട്, ചില ആൾക്കാർക്ക് നല്ല ഷർട്ടും പാൻറ്റും ഇട്ടും നീറ്റായിട്ട് നടക്കാൻ താല്പര്യമുണ്ട്. അവർക്ക് അപ്പോൾ ഏജ് ചെയ്യുന്ന അപ്പോൾ അവർ ഇവിടെ ഇങ്ങനെ ഫോൾഡൊക്കെ വന്ന് വെച്ചാൽ അതൊന്ന് മാറി കിട്ടാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. ആൻഡ് ഇപ്പോൾ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും സർജറി തന്നെ ആവശ്യമില്ല. സർജറി ഇല്ലാണ്ടും നമുക്ക് ഒത്തിരി ടെക്നീക്സ് ഉണ്ട് നോൺ സർജിക്കലായിട്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതൊക്കെയാണ് കൂടുതൽ ആൾക്കാർക്ക് ഡിമാൻഡ് വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടും. രണ്ടാമത് സർജറീൻ്റെ ഒരു ഡൗൺ ടൈം ഇല്ല, പെയിൻ ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതുതന്നെ ദേ ആർ ഹാപ്പി ടു ഗോ ഫോർ ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. ആൻഡ് വാട്ട് ആർ ദോസ് നോൺ സർജിക്കൽ തിങ്സ് വെച്ചാൽ ഒന്ന് എനർജി ബേസ്ഡ് ഡിവൈസസ് ഉണ്ട്. എനർജി ബേസ്ഡ് ഡിവൈസസ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു അൾട്രാസൗണ്ട് എനർജി അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി എനർജി അതൊക്കെ വെച്ച്, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ റേഡിയോ ഫ്രീക്വൻസി എനർജി നമ്മുടെ സ്കിന്നിന് കൊടുക്കുകയെന്ന് വെച്ചാൽ ആ സ്കിന്നിൻ്റെ കുറച്ചും കൂടി ടൈറ്റ് ആവും.
അപ്പോൾ നമ്മൾ ആ ലൂസായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സ്കിന്നെ കുറച്ചുകൂടി ടൈറ്റായിട്ട് മെല്ലെ 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 ആ മുകളിലോട്ട് കയറി പോകാൻ തുടങ്ങും. സോ ദോസ് ആർ എനർജി ബേസ്ഡ് ഡിവൈസസ്. സെക്കൻഡ്ലി നമുക്ക് ത്രെഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. ബാബ്ഡ് ത്രെഡ്സ്, അതായത് ഒരു നൂലിൽ ഇങ്ങനെ കുറേ കൊളുത്തുകൾ മാതിരി ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ആ ഒരു പ്രത്യേക രീതിയിൽ അത് പാസ് ചെയ്തെന്ന് വെച്ചാൽ, സേ ഫോർ എക്സാമ്പിൾ നോർമലി ഗ്രാവിറ്റിയാണ് നമ്മുടെ ഒരു വലിയൊരു ശത്രു. ഗ്രാവിറ്റി, സൺലൈറ്റ്, ഏജിങ്, ഫുഡ്, പൊല്യൂഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഏജിപ്പിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ അത് കാരണം എന്ത് പറ്റുന്ന വെച്ചാൽ മെല്ലെ ഈ സാധനങ്ങളൊക്കെ താഴ്ത്തോട്ട് വരും. അതിനെ നമുക്ക് തിരിച്ച് മേളിലോട്ട് വരുത്തണം എന്ന് വെച്ചാൽ ഈ നൂലുകൾ വെച്ച് നമുക്ക് അതിനെ മേളിലോട്ട് വലിച്ച് 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 കൊണ്ടുപോകാം. അപ്പോൾ പല സ്ഥലങ്ങളിലും കുറേ ലിഗമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ തന്നെ എല്ലാ ആൾക്കാർക്കും ഉള്ള ലിഗമെൻറ്റ്സ്, തൊലിയും എല്ലും കൂടി കണക്ട് ചെയ്യുന്ന ലിഗമെൻറ്റ്സ് ഉണ്ട്. ആ ലിഗമെൻറ്റ്സിൻ്റെ മേളിൽ പോയിട്ട് നമ്മളൊരു ഹുക്ക് മാതിരി ആക്കി ഈ സാധനത്തിന് വലിച്ച് നമുക്ക് മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ ഫിക്സ് ചെയ്യാം. അപ്പോൾ നിസ്സാരമായുള്ള ഒരു ഹാഫ് ആൻ അവർ ലോക്കൽ അനസ്തീസിയ OPD പ്രൊസീജിയറായിട്ട് ഇല്ല, ലോക്കൽ അനസ്തീസിയല്ല ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ആദ്യത്തെ ഒരു ജസ്റ്റ് ഒരു ഉറുമ്പ് അടിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. ബാക്കിയൊന്നും പിന്നെ അറിയുന്നുണ്ടല്ലേ. മെല്ലെ നമ്മൾ ഒരു ഫ്യൂ സ്ട്രീംസ് ഓഫ് ലോക്കൽ അനസ്തറ്റിക് കൊടുക്കും. എന്നിട്ട് അതിനകത്ത് കൂടെ ഇത് പാസ് ചെയ്യുന്ന വെച്ചാൽ യു വിൽ നോട്ട് നോ ദാറ്റ്. സോ ദാറ്റ് ഈസ് അനദർ തിങ്. വേറൊരു സാധനം എന്ന് വെച്ചാൽ ഫില്ലേഴ്സ് ആണ്. ഫില്ലേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ വോളിയം ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ വോളിയം ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാം അപ്പോൾ ഫില്ലേഴ്സ് ചെയ്ത് മുഖം കുറച്ചും റൗണ്ട് ആയിട്ട് വരും. അങ്ങനെയല്ല, അതിനും വേറെ ടെക്നീക്സ് ഉണ്ട്. നമ്മൾ മുഖത്തിനെയൊക്കെ സ്ലിമ്മർ ആക്കാനുള്ള ടെക്നീക്സ് ഉണ്ട്. ഫില്ലിങ് ചെയ്തിട്ട് സ്ലിമ്മർ ആക്കുക, അങ്ങനത്തെ ടെക്നീക്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ആ പുതിയ 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 കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് സാധനം എന്താ ചോദിച്ചാൽ, ചിലപ്പോൾ നമുക്കൊരാൾക്ക് ഒരു മൂക്കിന് കുറച്ചുകൂടി അത് മുകളിലായാൽ നന്നായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി താഴെയായിരുന്നു, കുറച്ചുകൂടി തന്നെ ആരോ, പക്ഷെ അതിന് സർജറി ചെയ്യാൻ മാത്രമില്ല. അങ്ങനെ വരുന്ന ചില ആൾക്കാർക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ഫില്ലേഴ്സ് ഒക്കെ ചിലപ്പോൾ മൂക്കിന് വേണ്ടി ഫില്ലേഴ്സ് ചെയ്യും. കണ്ണിൻ്റെ അടിയിൽ ചെറിയ ഈ എന്താ പറയുക ടിയർ ട്രഫ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബാഗ് മാതിരി വരുന്നുണ്ടായിരിക്കും. അത് കറക്റ്റ് ചെയ്യാനൊക്കെ വെച്ചാൽ വലിയ വലിയ സാധനങ്ങൾ വേണ്ട. 10 മിനിറ്റ് സ്പെൻഡ് ചെയ്തെന്ന് വെച്ചാൽ ഫില്ലിങ് ചെയ്ത് വെച്ചാൽ അപ്പോൾ ഇമീഡിയറ്റ്ലി അത് പോയി. ആൻഡ് ഇറ്റ് സ്റ്റേസ് ഫോർ അറൌണ്ട് 1.5-2 years. അപ്പോൾ ദെൻ വാട്ട് ഇസ് യുവർ പ്രോബ്ലം? സോ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ടോക്സിൻസ് ഉണ്ട്. ബോട്ടോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊരു ബ്രാൻഡാണ്. ബട്ട് അതുമാതിരി തന്നെ ന്യൂറോ ടോക്സിൻസ് ഉണ്ട്. ആ ടോക്സിൻസ് വെച്ച് വെച്ചാൽ നമ്മളുടെ കുറച്ച് ഏജിങ് പാർട്സ് വരുന്നത് ബിക്കോസ് ഓഫ് റിപ്പീറ്റേറ്റീവ് ആക്ഷൻസ്. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ വയസ്സാകുമ്പോൾ നമ്മൾ ഈ നെറ്റി ചുളിക്കുന്ന ഈ മസിൽ ഫെർദർ ആക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ട്രാൻസ്ഫേഴ്സ് ആയിട്ട് ലൈൻസ് വരും. അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ആൾക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് വെർട്ടിക്കൽ ലൈൻസ് വരും. അല്ലെങ്കിൽ ചിരിക്കുന്ന സമയത്ത് ചില ആൾക്ക് ക്രോസ് ഫീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ അവിടെയൊക്കെ അതിനെയൊക്കെ കളയണമെന്ന് വെച്ചാൽ നിസ്സാര സമയം കൊണ്ട് നമ്മൾ ബോട്ടോക്സ് ഉപയോഗിച്ച്, ബോട്ട്ലിനം ടോക്സ് എന്നാണ് അതിൻ്റെ പേര്, അത് ഉപയോഗിച്ചിട്ട് ആ മസിൽസിനെ നമ്മൾ പാർഷ്യലി അതിൻ്റെ ശക്തി കുറയ്ക്കും. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ നമ്മളിപ്പോൾ അത്ര ഒരു എക്സ്പേർട്ട് അല്ലാത്ത ഒരാളുടെ അടുത്ത് പോയെന്ന് വെച്ചാൽ അവർ കുറേ ടോക്സിൻ ഉപയോഗിച്ചിട്ട് ആ മസിൽ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കും. അത് ഇല്ലാണ്ടാക്കുന്ന വെച്ചാൽ അത് കംപ്ലീറ്റ്ലി ഇനാക്റ്റീവ് ആവും. ആ സമയത്ത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ മനസ്സിലാവും. കാര്യം വെച്ചാൽ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ആക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ദെൻ യു ലുക്ക് ഓഡ്. എസ്പെഷ്യലി ഇപ്പോൾ സപ്പോസ് എ പേഴ്സൺ ഇസ് ഇൻ ദ മീഡിയ ഓർ ഇൻ എ മൂവി ഇൻഡസ്ട്രി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ട് ആ ഫേസ് എല്ലാം ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊരു എന്താണ് പറയുന്ന ഒരു ഫിക്സഡ് ഫേസ് ആയിട്ടിരിക്കും. അപ്പോൾ ഇറ്റ് ലുക്സ് അബ്നോർമൽ. അങ്ങനെ പാടില്ല. അതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയണം എങ്ങനെ എവിടെ കൊടുക്കണം. അതിനകത്തൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കണ്ണിനെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കണം, കണ്ണിനെ കുറച്ചും കൂടി ഒന്ന് തുറപ്പിക്കണം എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും. ആൾക്ക് ചിലപ്പോൾ എപ്പോഴും ദേഷ്യമുള്ള ഒരാൾ മതിയായിരിക്കും ഉണ്ടാകുന്നത്. ആക്ച്വലി അയാൾ അങ്ങനത്തെ ഒരാളായിരിക്കില്ല, പക്ഷേ ഒരു സർട്ടൻ മസിൽസ് ആക്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു വി ഷേപ്പ് വരുന്നത്. അപ്പോൾ ആ പെർട്ടിക്കുലർ മസിൽസിനെ നമ്മൾ ഇനാക്ടിവേറ്റ് ആക്കും. അപ്പോൾ ദെൻ അതങ്ങ് മൂവ് ചെയ്ത് മുകളിലോട്ട് പോകും. അങ്ങനെ. അല്ലെങ്കിൽ ചില ആൾക്കാർ ചിരിക്കുമ്പോൾ ഗമ്മി സ്മൈൽ ആയിരിക്കും, പല്ല് ഗംസ് കാണുന്നുണ്ട്. അവർ ചിലപ്പോൾ അത്ര സുഖമുള്ള 2 കുഞ്ഞ് ഇഞ്ചക്ഷൻ കൊടുത്തു വെച്ചാൽ ആ സാധനം അങ്ങ് പോകും. ചിലപ്പോൾ ചിരിക്കുന്ന സമയത്ത് ചില ആൾക്കാർ മൂക്ക് മേളിലോട്ട് വലിയും. അതും അതേമാതിരി ചെറിയ ഇഞ്ചക്ഷൻസ് കൊടുത്തെന്ന് വെച്ചാൽ അതിനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിനൊന്നും വലിയ സർജറീസിൻ്റെ ആവശ്യമില്ല. ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് toxins stay only for around 6 months. അപ്പോൾ you will have to repeat it. അത് ഞാൻ ചോദിക്കാൻ വരും. But the thing is that repetition is okay, but time you're saving. Okay. You are not doing a major thing where normally surgeries എന്ത് സർജറി ചെയ്യാൻ വെച്ചാലും 3 months എടുക്കും ഫൈനൽ റിസൾട്ട് കാണാൻ. ഒരു 80% വീക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് 3 weeks എടുക്കും. By the time you are become presentable, ഫേസിൽ എന്ത് ചെയ്യാൻ വെച്ചാൽ it becomes 2 weeks. So you have to be off work for 2 weeks. Yes. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയില്ല. സോ യു ഹാവ് ടു പിക്ക് ആൻഡ് ചൂസ് വാട്ട് യു വാണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദ പേഴ്സൺ. ഇഫ് ദ പേഴ്സൺ
ഈസ് കംഫർട്ടബിൾ വിത്ത് ടൈം. നിങ്ങൾക്ക് ടൈം പ്രശ്നമില്ല, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ സർജറി ചെയ്തുകൊണ്ട് അവൻ ഒരിക്കലും ഏജ് ചെയ്യുന്നില്ല എന്നല്ല. സോ യു ആർ ജസ്റ്റ് ബ്രിങ്ങിങ് ഇറ്റ് ബാക്ക് ബൈ എ ഫ്യൂ ഇയേഴ്സ്, ബട്ട് അഗൈൻ ഹി കീപ്സ് ഓൺ aging. So maybe after 4 to 5 years again he might have to do something. ഇവിടെ after 2 years you have to do something. It's only a matter of how long that this one is next procedure is. ആൻഡ് ഞാനൊരു ലേമൻസ് പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുമ്പോൾ ഓൾവേസ് ഇങ്ങനത്തെ സർജറീസ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് വെദർ ദേ ഹാവ് എനി സൈഡ് എഫക്ട്സ് ഓർ നോട്ട്. Every surgery, everything has got a side effect. Let me very plain about it. കാര്യം എന്താ വെച്ചാൽ സൈഡ് എഫക്റ്റ് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് എവ്രി വൺ ഗെറ്റ്സ് ഓൾ ദ സൈഡ് എഫക്ട്സ്. Somebody can have side effects depending on the person. It depends on that particular person. That particular person depends on the technique that is used, depend on the materials that are used, how the body is reacting to those materials. So simple സാധനങ്ങൾ ഞാൻ പറയാം, ഏറ്റവും മിനിമം അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പറയാം. നമുക്കിപ്പം എന്ത് മുറിച്ചാലും അതിന് മൂടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും നൂല് ഉപയോഗിക്കണം, റൈറ്റ്? പല ടൈപ്പ് നൂലുകളുണ്ട്. അപ്പം ചില ആൾക്കാർക്ക് ചില നൂല് അലർജിക് ആയിരിക്കും. ദർ ഇസ് നോ വേ വി ക്യാൻ ഫൈൻഡ് ഔട്ട്. ഓൺലി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കറിയാം. അത് ചില സമയത്ത് അത് ആ നൂല് ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴേക്കും വീണ്ടും ഒരു ചെറിയൊരു പൊട്ടൽ വരും, ചെറിയൊരു പഴുപ്പ് വരും, ഈ നൂല് പുറത്തോട്ട് ചാടും. നമുക്ക് എങ്ങനെ അറിയുന്നത്? ചില ആൾക്കാർക്ക് ഒരു സ്റ്റിച്ച് ഇട്ട് വെച്ചാൽ പെർഫെക്റ്റ് ആയിരിക്കും, ഒന്നും അറിയില്ല, ഒരു മാർക്ക് പോലും കാണാനുണ്ടാവില്ല. പക്ഷെ ചില ആൾക്കാർക്ക് അതേ സർജറി, അതേ നൂല്, അതേ ടെക്നിക്ക്, അതേ സർജൻ ചെയ്ത് വെച്ചാലും ചിലപ്പോൾ അവിടെ തടിച്ചു വരാം, ചിലപ്പോൾ കറുത്ത് വരാം, ചിലപ്പോൾ കുഴിയായിട്ട് വരാം. സോ അത് ഇറ്റ് ഈസ് ദാറ്റ് പേഴ്സൺസ് ഫിസിക്കൽ ക്യാരക്ടർ. ഈ ഫിസിക്കൽ ക്യാരക്ടർ എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ് അഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലേസ് ഓഫ് ദ ബോഡി ഇൻ വിച്ച് യു ആർ ഡൂയിങ്. ഇപ്പോൾ നമ്മൾ കാലിൻ്റെ സർജറി വെച്ചാൽ ചിലപ്പോൾ പെർഫെക്റ്റ് സ്കാർ ആയിരിക്കും. അതേസമയത്ത് ചെസ്റ്റിൻ്റെ ഫ്രണ്ടിൽ ചെയ്യുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ ആൾക്ക് അവിടെ വലിയ തിക്ക് സ്കാർ ഉണ്ടാവാം, അല്ല കൈയിൻ്റെ അവിടെ ഒരു ബൾബും ഒരു തടിച്ചു വരാം. അത് ലൊക്കേഷൻ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ അപ്പോൾ ദർ ആർ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ടെൽ ഹൂ വിൽ ഹാവ് വാട്ട് അങ്ങനെ. ബട്ട് മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് യു ഹാവ് സം സൊല്യൂഷൻ ടു ട്രീറ്റ് ദാറ്റ്. ഇപ്പം നമ്മളൊരു സർജറി ചെയ്തു ആൻഡ് ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഔട്ട്കം, ഫൈനലി നമ്മളൊരു അപ്പിയറൻസ് ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി ചെയ്യുന്ന സർജറീസ് ഉണ്ടാവും. ആൻഡ് ഇറ്റ്സ് നോട്ട് ഓൾവേസ് ദാറ്റ് നമ്മൾ അതിന് 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അതിനെ നമുക്ക് വീണ്ടും എന്തെങ്കിലും ചെയ്യാം. ദാറ്റ്സ് എ വെരി പെർട്ടിനന്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ഓക്കെ, ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് സർജൻ്റെ മനസ്സിൽ ഒരു ഇങ്ങനെയായിരിക്കും വരുന്നത്. ആ ചെയ്യുന്ന പേഷ്യൻറ്റിൻ്റെ മനസ്സിൽ ഒരു സാധനമായിരിക്കും ഐഡിയ, ഇങ്ങനെ തഴത്ത് ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും. മറ്റേ ആൾ പറയുന്നത് എൻ്റെ മനസ്സിൽ ഓക്കെ ഒരു റെഗുലർ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ തിക്കായിട്ട് വയ്ക്കും, ബാക്ക് പോർഷൻ നമ്മൾ ലെസ് തിക്കായിട്ട് വയ്ക്കും. ആൻഡ് അതിനുശേഷം മൂപ്പര് നോക്കുന്ന സമയത്ത് ബാക്കിൽ തിക്നെസ് ഇല്ല. സിമ്പിൾ എക്സാമ്പിൾ, നടക്കുന്ന സംഭവമാണ്. നോർമലി അങ്ങനെ വരിക എന്ന് വെച്ചാൽ നോർമലി ആദ്യം നമ്മൾ പറയും ഓൾവേസ് ബാക്കിൽ, തലയുടെ ബാക്കിൽ ക്രൗൺ ഏരിയയിൽ നമ്മൾ ഡെൻസിറ്റി കുറച്ചേ വയ്ക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞൊരു ഇതാണ്. നമ്മൾ തലയുടെ ഷേപ്പ് ഒരു മാതിരിയാണ്. ബാക്കിൽ സ്പേസ് കൂടുതലും ഫ്രണ്ടിൽ സ്പേസ് കുറവാണ്. രണ്ടാമത് അപ്പോൾ നമ്മളിവിടെ കൂടുതൽ വെച്ചാലും ഒന്നും കാണാനുണ്ടാവില്ല. രണ്ടാമത് ഫ്രണ്ടിൽ കുറച്ച് വെച്ചാലും ഒരാൾ കാണുമ്പോൾ കൊള്ളാലോ, മുടിയൊക്കെ കൊള്ളാലോ, എല്ലാം വന്നല്ലോ, എന്ത് ചെയ്തു? അപ്പോൾ ഞാൻ നല്ല പ്രോട്ടീൻ ഡ്രിങ്ക് കഴിച്ചു, അല്ല വേറെ എന്തെങ്കിലും വാട്ട് റീസൺ അവർ പറയുന്നു. ബാക്കിൽ നമ്മൾ നല്ല തഴുത്ത് വന്നാലും പീപ്പിൾ വിൽ നോട്ട് നോട്ടീസ്. സോ യു ഹാവ് ടു ബി എന്താ പറയുക, വെരി ഒരു സെൻസിബിൾ ആയിട്ട് വേണം നമ്മൾ ഉള്ള മുടീനെ യൂസ് ചെയ്യാൻ. ആർക്കും ഫ്രഷ് ആയിട്ട് പുതിയ മുടി എവിടെ നിന്നും വരാൻ പോകുന്നില്ല. ഉള്ള മുടീനെ ഒരു ലൊക്കേഷന് വേറെ ലൊക്കേഷനിലും മാറ്റുന്നു. മനസ്സിലായില്ലേ? അതുണ്ട്. അപ്പോൾ ദ തിങ് ഇസ് ദാറ്റ് സപ്പോസ് സംബഡി ഈസ് നോട്ട് ഹാപ്പി, ദെൻ വി ക്യാൻ ഓക്കെ വിൽ ഡു മോർ ഫോർ യു. ദാറ്റ് ഇസ് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. സോ ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. സംടൈംസ് ഒരു സാധനത്തിലും റൈനോപ്ലാസ്റ്റി ചെയ്യുന്നു. നമ്മളൊരു ഒരു ഒരു കോസ്റ്റൽ കാർട്ടിലേജ് എടുത്തിട്ട് നമ്മളൊരു മുകളിലൊരു സ്ട്രക്ട് ഒരു ഇത് വയ്ക്കും, നല്ല നല്ല ഷേപ്പായിട്ട് നമ്മൾ വയ്ക്കുന്നു. ഓൺ ടേബിൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവൻ നിൽക്കുന്നുണ്ടാവും. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്കും മെല്ലെ അവൻ ഒരു സൈഡിലോട്ട് വളയും. നമ്മൾ വാതിലൊക്കെ മഴക്കാലത്ത് കുറച്ചൊരു ബെൻഡ് വരില്ലേ, അതുമാതിരി ഇതും കുറച്ചൊന്ന് ബെൻഡ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? then you will have to do something where you are trying to correct it. ഒരു സൈഡിലോട്ട് ബെൻഡ് ചെയ്ത് വെച്ചാൽ വേറെ സൈഡിൽ കുറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മേ ബി ഫില്ലേഴ്സ് ആർ യൂസ് ഫോർ ദാറ്റ്. അല്ലെങ്കിൽ വേഴ്സ്റ്റ് കേസ് സിനാരിയോ യു മൈറ്റ് ഹാവ് ടു റീഡു ഇറ്റ്.
ഓക്കെ. So, but there are ways of tackling things. If something goes wrong, there are ways of tackling it. Um, but see, it is something that everyone should accept first. Yes. See, it's not like a machine. മനുഷ്യന്റെ ശരീരം ഒരു മെഷീൻ മാതിരിയല്ല. ഒരു മെഷീൻ ആണെന്ന് വെച്ചാൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് വീണോ ഓക്കെ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു വെച്ചാൽ ഐ വിൽ ചേഞ്ച് ദിസ് പാർട്ട്, ഐ വിൽ പുട്ട് എ ന്യൂ പാർട്ട് ഓവർ. കാരണം ഒരു ഡോറിൽ ഒരു സ്ക്രാച്ച് വന്നോ അല്ല ഒരു ഇടി കൊണ്ടോ ഒരു ചളങ്ങി എന്ന് വെച്ചാൽ ആ ഡോർ വേണേൽ മാറ്റി പുതിയൊരു ഡോർ അവിടെ വയ്ക്കാം. ഇറ്റ് ലുക്ക് പെർഫെക്റ്റ് ബ്യൂട്ടിഫുൾ, എല്ലാം കളറും എല്ലാം നോക്കി വെച്ചാൽ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് ഇരിക്കും, അറിയ പോലും ഉണ്ടാവില്ല. മനുഷ്യൻ്റെ ശരീരം അങ്ങനെയല്ല. മനുഷ്യൻ്റെ ശരീരം ഒന്ന് എഞ്ചിൻ ഓഫ് ചെയ്യാണ്ടാണ് പണിയെടുക്കുന്നത്. പിന്നെ ഓരോ ആൾക്കാരുടെ ശരീരം ഓരോ മാതിരിയാണ് ചെയ്യുന്നത്, ഓരോ ലൊക്കേഷൻ ഓരോ മാതിരിയാണ് ചെയ്യുന്നത്. ഹൗ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺസ് റിയാക്ട് ടു എ പെർട്ടിക്കുലർ സർജറി ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ ദ സർജറി ബട്ട് ഹിസ് ന്യൂട്രിഷൻ, ഹിസ് സ്ട്രെസ് ലെവൽസ്. ടെൻഷനാണോ അല്ലേ ആ സ്ട്രെസ് ലെവൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആളുടെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് എന്ന് വെച്ചാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൾ സ്മോക്കറാണോ അതാണ്, ഡയബറ്റിക് ആണോ, ഡയബറ്റീസിൻ്റെ എത്രമാത്രം ലെവലുണ്ട്, അല്ലെങ്കിൽ ഷുഗറിൻ്റെ എത്രമാത്രം, ബട്ട് ഡയബറ്റിസ് ഫുള്ളായിട്ടില്ല ബട്ട് ആ വക്കത്തെത്തിയിട്ടുണ്ട്. കൊളസ്ട്രോൾ കാരണം ആളുടെ രക്തക്കൊഴൽ ചുരുങ്ങിയിട്ടുണ്ടോ ഇല്ലേ, അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ക്വാണ്ടിഫൈ. അത് കാരണം ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ അസ് ടു ടെൽ ഓൾസോ ഹൂ ക്യാൻ ഹാവ് എ പ്രോബ്ലം, ഹൂ വിൽ നോട്ട് ഹാവ് എ പ്രോബ്ലം. സോ യു ഹാവ് ടു എക്സ്പ്ലെയിൻ ടു എവരി വൺ ദറ്റ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാം. വന്നു എന്ന് വെച്ചാൽ ദീസ് ആർ ഐ മീൻ വിൽ ട്രൈ ടു സോർട്ട് ഔട്ട് ഓൾ ദീസ് തിങ്സ്. ഇറ്റ് ഈസ് ഒരു ട്രസ്റ്റ് ബിറ്റ്വീൻ ദ ഡോക്ടർ ആൻഡ് ദ പേഴ്സൺ ആൻഡ് വി ആർ ബോത്ത് ഇൻ ഇറ്റ് ടുഗെദർ. അതാണ് അതിന്റെ ഐഡിയ. ഈ റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് മൂക്കിൽ വരുന്ന സർജറിയാണ് അല്ലെ? മൂക്കിൽ തന്നെ വി ഹാവ് ഡിഫറെന്റ് പാർട്സ്. അപ്പോൾ അതില് എങ്ങനെയാണ് ആ ഒരു സർജറി? കാരണം നമ്മുടെ ഫേസില് എപ്പോഴും മൂക്കാണ് പലരും ഒരു നമ്മുടെ അപ്പിയറൻസിനെ തന്നെ മാറ്റാൻ വേണ്ടി പലരും സജസ്റ്റ് ചെയ്യുന്നതായിട്ട്. നമ്മൾ ഫേസിനെ നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യും, 8 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഭാഗം എന്ന് വെച്ചാൽ കണ്ണാണ്. കണ്ണാണ് മനസ്സിന്റെ വാതിൽ എന്ന് പറയുന്ന ഇതുണ്ടല്ലോ. കണ്ണാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മൂക്ക് ശരിക്കും ഇറ്റ് കംസ് ആസ് ദ ഫോർത്ത് തിങ്. ഐബ്രോസ്, പിന്നെ ചീക്ക്, പിന്നെയാണ് നോസ് വരുന്നത്. ബട്ട് ചില ആൾക്കാർക്ക് നോസിനോടായിരിക്കും കൂടുതൽ ഫിക്സേഷൻ. ബട്ട് ബിക്കോസ് ഇറ്റ് ഇസ് ദ സെന്റർ ഓഫ് ദ ഫേസ്. എനിക്ക് അറിയുന്ന കുറെ പേര് മൂക്ക് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് വാസ്തവമാണ്. ട്രൂ ഐ അഗ്രി വിത്ത് ദാറ്റ്. അപ്പം മൂക്കിനകത്ത് നമ്മൾ ബ്രോഡ്ലി 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് സെപ്റ്റം, ബാക്കി. ഓക്കെ, സെപ്റ്റോപ്ലാസ്റ്റി അതായത് പാലം, മൂക്കിന്റെ പാലം ചിലപ്പോൾ ബെൻഡ് ആയിരിക്കും, ഏതെങ്കിലും സൈഡിലോട്ട് ബെൻഡ് ആയിരിക്കും. ബെൻഡാണെന്ന് വെച്ചാൽ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം എന്ന് പറയും, DNS. അത് ഫിസിക്കലി ഇറ്റ് ഹസ് ഗോട്ട് ലോട്ട് ഓഫ് ഇഷ്യൂസ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അലർജീസ് ഭയങ്കര കൂടുതൽ വരും, ബ്ലോക്ക്ഡ് നോസ് ഇടയ്ക്കിടയ്ക്ക് വരും, പോളിപ്സ് വരാം അതുകൊണ്ട്. അപ്പം അങ്ങനെ കുറേ പ്രോബ്ലംസ് അതുകൊണ്ട് വരാം. അപ്പോൾ അതൊരു ഫങ്ഷണൽ സർജറിയാണ്. അതിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു ഫങ്ഷണൽ സർജറിയാണ്. അതിന് സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറയും. ചിലപ്പോൾ ആ സെപ്റ്റം കറക്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കപ്പോൾ ഈ മേളും വളഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. സെപ്റ്റം അകത്താണ്, പക്ഷെ ഈ ഡോർസം, മൂക്കിൻ്റെ മേൾഭാഗവും വളഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്തു, പക്ഷെ ഡോർസം വളഞ്ഞിരിക്കുന്നത് ഇറ്റ് ഡസൻറ്റ് ലുക്ക് നൈസ്. സോ അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ യു വിൽ ഹാവ് ടു കറക്റ്റ് എ ഡോർസം ഓൾസോ. അപ്പോൾ ആ സമയത്ത് പല ടെക്നീക്സ് ഉണ്ട്, അത് വെച്ച് ചെയ്യാം. ആൻഡ് ചില സമയത്ത് അതിൻ്റെ മേളിൽ നമ്മളൊരു കാർട്ടിലേജ് വയ്ക്കും, സോ ദാറ്റ് ആ ഫുൾ സാധനത്തിന് ഒരു വൃത്തിയിൽ കാണാൻ വേണ്ടിയിട്ട്. ദെൻ യു കോൾ ഇറ്റ് എസ് റൈനോപ്ലാസ്റ്റി. റൈനോപ്ലാസ്റ്റിയിൽ ഡോർസം ചെയ്യും, ലാറ്ററൽ വാൾസ് ചെയ്യും. അതായത് വീതിയുള്ള മൂക്കിൻ്റെ മേൾഭാഗം വീതിയാണെന്ന് വെച്ചാൽ അതിനെ കുറയ്ക്കാൻ പറ്റും. ഡോർസത്തിന് ഇപ്പോൾ ഹംപ് ഉണ്ടെങ്കിൽ ഹംപ് റിഡക്ഷൻ ചെയ്യാം, കുഴിഞ്ഞിരിക്കാൻ വെച്ചാൽ അതിനെ സ്ട്രെയിറ്റൻ ചെയ്യാം. പിന്നെ ടിപ്പിൻ്റെ അവിടെ ഇത് ചെയ്യാം. പിന്നെ ഏല, ഈ 2 സൈഡത്തെ സാധനങ്ങൾ അതിൻ്റെ സർജറീസ് ഉണ്ട്. അതിനെ ഒന്നിനെ അകത്തോട്ടാക്കുക അല്ലെങ്കിൽ പുറത്തോട്ടാക്കുക. ചില ആൾക്കാർക്ക് ഇത് താഴ്ന്നിരിക്കും, അപ്പം നമ്മൾ ഈ കോളമല്ല സെൻട്രൽ പോർഷൻ ഇതുമെല്ലാം ഒരേ ലെവലിലായിരിക്കും. അപ്പോൾ അതൊരു കാണാൻ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതിന് കുറച്ച് നോസ്ട്രൽസ് കുറച്ച് വിസിബിൾ ആയിരിക്കണം, ഈ മൂക്കിൻ്റെ ഹോൾസ് കുറച്ച് വിസിബിൾ ആയിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് ലേശം മുകളിലോട്ടാക്കാം. അങ്ങനെയൊക്കെ കുറേ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട് മൂക്കിൽ.